സാർ ഇപ്പോൾ ലോക എന്ന് പറയുന്ന ഒരു സിനിമ അതാണ് വലിയ ചർച്ചാ വിഷയം. അതിനകത്ത് കള്ളിയങ്കാട്ട് നീലി വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് പറയും. സാർ കണ്ടിരുന്നോ സിനിമ? ഞാൻ സിനിമ കണ്ടിരുന്നു. അപ്പോൾ കള്ളിയങ്കാട്ട് നീലി, ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വായിക്കുന്നതാണല്ലോ. ആളുകൾ ഐതിഹ്യമാലയൊന്നും വായിക്കാതെ വിക്കിപീഡിയയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ വരുന്നതുമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയവർക്കും കള്ളിയങ്കാട്ട് നീലിയെപ്പറ്റി വലിയ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൻ്റെ അകത്തൊരു സംഭാഷണ ഭാഗത്ത് കള്ളിയങ്കാട്ട് നീലിയെ കത്തനാര് ആണ് തറച്ചത് എന്ന് പറഞ്ഞാൽ കത്തനാർ കുറേ യക്ഷികളൊക്കെ കൈകാര്യം ചെയ്തതായിട്ടൊക്കെ ഐതിഹ്യമാലയിലൊക്കെ പറയുമല്ലോ. കടമറ്റത്ത് പിന്നെ ഒരു പരമ്പര കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞിട്ട് ടി വിയിലൊക്കെ വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഒരുപാട് ഭാവന കഥകൾ ഓടിക്കണ്ടേ സീരിയല്. ലോകത്തിൽ കാണപ്പെടുന്ന സകല യക്ഷികളെയും കത്തനാർക്ക് വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ കള്ളിയങ്കാട്ട് നീലിയെ കത്തനാരുടെ തലയ്ക്ക് ഈ സിനിമയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കള്ളിയങ്കാട്ട് നീലിയുടെ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ ഒക്കെ. ഇങ്ങനെയൊന്നും കള്ളിയങ്കാട്ട് നീലിയുടെ കഥയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മാത്രമല്ല കടമറ്റത്ത് കത്തനാരല്ല കള്ളിയങ്കാട്ട് നീലിയെ ഉച്ചാടനം ചെയ്യുന്നത്. അത് സൂര്യകാലടി മനയിലെ ഭട്ടതിരിപ്പാടാണ് ചെയ്യുന്നത്. സൂര്യകാലടി മനയിലൊക്കെ ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതാണ്. സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിനെയൊക്കെ എനിക്കറിയാം. കുറച്ച് നാളൊക്കെ ഞാൻ അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല മണർകാടാണ് തറച്ചിരിക്കുന്നത് സൂര്യകാലടി ഭട്ടതിരിപ്പാട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനയന്നാർക്കാവിൽ കത്തനാര് കള്ളിയങ്കാട്ട് നീലിയെ തറച്ചു എന്ന് പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതായത് ഈ ഹിന്ദു കഥകളൊക്കെ വേറെ ആളുകൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ പനയന്നാർക്കാവിൽ കത്തനാര് കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുപോയി അവിടെ കുടിയിരുത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. പനയന്നാർക്കാവ് യക്ഷി, പരുമല യക്ഷി എന്നൊക്കെ പറയുന്ന അത് കള്ളിയങ്കാട്ട് നീലിയല്ല കത്തനാര് തറച്ചത്. പനയന്നാർക്കാവ് യക്ഷിയെ ആണ് പനയന്നാർക്കാവിൽ കത്തനാര് കുടിയിരുത്തിയത്. കള്ളിയങ്കാട്ട് നീലിയെ അല്ല. പനയന്നാർക്കാവ് യക്ഷി എന്ന് പറയുന്നത് കള്ളിയങ്കാട്ട് നീലിയല്ല, അത് വേറെയാണ്. അപ്പൊ വിക്കിപീഡിയ ഒക്കെ നോക്കിയാൽ ഇങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയ വിവരം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ യഥാർത്ഥം എന്ന് വിചാരിച്ചിട്ട് സിനിമ എടുക്കാൻ തുടങ്ങിയ ഇങ്ങനെ ഇരിക്കും. കള്ളിയങ്കാട്ട് നീലിയായിട്ട് കടമറ്റത്ത് കത്തനാർക്ക് ബന്ധമില്ല. പനയന്നാർക്കാവ് യക്ഷിയുമായിട്ടാണ് ബന്ധം ഐതിഹ്യമാലയിൽ ഒന്ന്. പിന്നെ കള്ളിയങ്കാട്ട് നീലിയെ കുടിയിരുത്തുന്നത് കോട്ടയത്ത് മണർകാട് സൂര്യകാലടി മനയിലെ അന്നത്തെ മാന്ത്രികനായ സൂര്യകാലടി മന അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ അറിയപ്പെടുന്ന സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ശരി. അപ്പോൾ ശരികേടുകൾ അങ്ങനെ ധാരാളം ഉണ്ട്. അപ്പം അതുകൊണ്ട് കള്ളിയങ്കാട്ട് നീലിയെപ്പറ്റി കള്ളിയങ്കാട് ഭാഗത്തും ഒക്കെ നാഗർകോവിലിൻ്റെ അടുത്ത് പറഞ്ഞു വരുന്ന കഥകൾ എന്താണെന്ന് ഞാൻ പറയാം. കുറെ കാര്യങ്ങൾ തെക്കൻ പാട്ടുകളിൽ, വടക്കൻ പാട്ട് പോലെ തെക്കൻ പാട്ടുകളുണ്ട്. തെക്കൻ പാട്ടുകളിൽ വില്ലടിച്ചാൻ പാട്ടിലും ഒക്കെ കള്ളിയങ്കാട്ട് നീലിയുടെ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞിട്ട് നേരത്തെ സിനിമയും വന്നിട്ടുണ്ട്. നാടോടി കഥകളിൽ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിൽ ഒക്കെ കള്ളിയങ്കാട്ട് നീലി വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല കള്ളിയങ്കാട്ട് നീലിയെ ഈ യക്ഷിയെ മാതൃഭാവത്തിൽ പഞ്ചവങ്കാട്ടിൽ കുടിയിരുത്തി അവിടെ ഒരു ക്ഷേത്രമുണ്ട് പഞ്ചവങ്കാട്, നാഗർകോവിൽ കള്ളിക്കാടിൻ്റെയൊക്കെ അടുത്തേ. അപ്പോൾ കള്ളിയങ്കാട് ആ ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പൂജയും ഒക്കെ നടക്കുന്നുണ്ട് മാതൃഭാവത്തിൽ കുടിയിരുത്തിയിട്ട്. അപ്പോൾ പുരുഷന്മാർ സാധാരണ യക്ഷികൾ ചെയ്യുന്ന പോലെ പുരുഷന്മാരെ വശീകരിച്ച് മാറ് പിളർന്ന് ചോര കുടിച്ച് അല്ലേ, രാവിലെ മറ്റേ പനയുടെ ചോട്ടില്ലേ പല്ലും നഖവും എല്ലും മാത്രമൊക്കെ കാണാം. അങ്ങനെ അപ്പോൾ ഒരു കൊല്ലവർഷം 30 ആ കാലഘട്ടത്തിലൊക്കെയാണ് എന്നുള്ളതാണ് വിശ്വാസം. പഴകന്നൂർ ആണ് ഈ നാഗർകോവിലിൻ്റെ അടുത്ത് കള്ളിയങ്കാട്. പഴകന്നൂർ, പഴയന്നൂരല്ല, പഴകന്നൂർ ആ ഭാഗത്ത്. അപ്പോൾ പഴകന്നൂരിലെ ദേവദാസി, അവിടെ ഒരു ദേവദാസി ഉണ്ടായിരുന്നു കാർവേണി
എന്ന് പറഞ്ഞിട്ട്. കാർവേണിയുടെ മകള് അല്ലി. അപ്പോൾ ശിവൻ കോവിലിൽ നമ്പിയുമായിട്ട്, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, ആ ശിവക്ഷേത്രത്തിലെ പൂജാരി നമ്പിയുമായിട്ട് ഈ അല്ലിക്ക് പ്രണയം ഉണ്ടായി. അങ്ങനെ പക്ഷേ ഈ പൂജാരി നമ്പി ദുർനടപ്പുകാരനും ദൂർത്തനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാർവേണിയുടെ വീട്ടിലാണ് നമ്പി താമസിക്കുന്നത്. അപ്പോൾ ഈ ദുർനടപ്പും ദൂർത്തും കാരണം കാർവേണി ഈ നമ്പിയെ, മരുമകനെ അടിച്ചിറക്കി. അവിടെ നിന്ന് അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ഈ പൂജാരിയും അല്ലിയും കൂടി പുറത്തായല്ലോ. പുറത്തായെങ്കിലും അല്ലി കൂടെ തന്നെ നിന്നു, ഭർത്താവല്ലേ. അങ്ങനെ അവർ ഒന്നിച്ച് സഞ്ചരിച്ച് ഈ പഴകന്നൂരിൽ നിന്ന് കള്ളിയങ്കാട് എത്തി. കള്ളിയങ്കാട് വെച്ചിട്ട് ഈ നമ്പിയുടെ മടിയിൽ തലവെച്ചുറങ്ങി അല്ലി. അപ്പൊ അല്ലിയുടെ ശരീരത്തിൽ കുറെ ആഭരണങ്ങളുണ്ട്. ഇയാൾ ഈ ചൂതുകളിയും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുത്തനാണല്ലോ. അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരെ കൊന്നിട്ട് അല്ലിയെ കൊന്നിട്ട് ഈ ആഭരണത്തിന് വേണ്ടി കൊല്ലുകയാണ് അല്ലിയെ. അപ്പോൾ ഇത് അല്ലിയുടെ അനുജനായ അമ്പി ഈ കൊല്ലുന്നതൊക്കെ കണ്ടു. കാരണം പോയ അല്ലിയെ അന്വേഷിച്ചിറങ്ങിയതാണ് അമ്പി, അനിയൻ. തമിഴിൽ അമ്പി എന്ന് പറഞ്ഞാൽ തന്നെ അനുജൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പൊ അമ്പി ഇറങ്ങി ഇത് കണ്ടു കൊല്ലുന്നത്, എന്നിട്ട് തലതല്ലി മരിച്ചു. അപ്പൊ 2 മരണം ഉണ്ടായി, അല്ലിയുടെ അനുജന്റെയും. ആ മരണത്തിന് കാരണക്കാരനാരാണ്? ഈ പൂജാരിയായ നമ്പി, ശിവക്ഷേത്രത്തിലെ. അപ്പോൾ അങ്ങനെ പിന്നീട് അല്ലി പുനർജന്മം ഒക്കെ വരുമ്പോൾ പ്രതികാരം ഉണ്ടാവുമല്ലോ. അതാണ് ആ കഥ. ഈ അല്ലിയും അമ്പിയും പുനർജനിച്ച ശേഷം ചോള രാജാവിൻ്റെ കുട്ടികളായിട്ടാണ് അവർ പുനർജനിച്ചത്. അപ്പോൾ ചോള രാജാവിൻ്റെ കുട്ടികളായിട്ട് പുനർജനിച്ചപ്പോൾ നീലെന്നും നീലിയെന്നും ആയിരുന്നു പേര്. അവർ പുനർജന്മത്തിൽ ഇവർ ജനിച്ച ഉടനെ രാജ്യത്ത് ക്ഷാമം, പിന്നെ അഗ്നിബാധ, ദാരിദ്ര്യം തുടങ്ങി ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി രാജ്യത്ത്. കന്നുകാലികൾ ചത്തൊടുങ്ങുക, ഇങ്ങനെ പല ദുർനിമിത്തങ്ങൾ. അപ്പോൾ കുട്ടികൾ കാരണമാണ് എന്നുള്ളത് ജോത്സ്യനെയൊക്കെ വിളിച്ച് നോക്കി, പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ കുട്ടികളെ ഈ ചോള രാജാവ് നാഗർകോവിലിൻ്റെ അടുത്ത് പഞ്ചവങ്കാട്ടിൽ കൊണ്ടുപോയി തള്ളി. പഞ്ചവങ്കാട്ടിൽ ആ പഞ്ചവൻകാട്ടിന്റെ അടുത്താണ് ഈ പഴകന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുമ്പ് അല്ലിയായിരുന്നപ്പോഴും. അപ്പോൾ ഈ പഴകന്നൂരിൽ ആയിരുന്നു പിന്നെ ഇവരുടെ വിഹാര കേന്ദ്രം, 2 പേരുടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവര് ഇങ്ങനെ യക്ഷി ഒക്കെ ആയിട്ടാണല്ലോ വിഹാര കേന്ദ്രം ആയിക്കഴിഞ്ഞപ്പോൾ ഈ 70 ഊരാൺമക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് മാന്ത്രികനെ കൊണ്ടുവന്നിട്ട് ഈ നീലനെ, പയ്യനുണ്ടല്ലോ അനുജൻ, നീലനെ ആവാഹിച്ച് അവിടെ തളച്ചു. ഒരു പൂജാരിയെ നമ്പിയെ വരുത്തി തളച്ചു. പക്ഷെ നീലിയെ തളക്കാൻ പറ്റിയില്ല. നീലിയെ തളക്കാനായിട്ട് കുറച്ചുകൂടി പ്രയാസം നേരിട്ടു. മണിച്ചിത്രത്താഴിലെ തിലകന്റെ കഥാപാത്രമൊക്കെ ഇല്ലേ, അതുപോലത്തേക്കൊരു കടുപ്പമുള്ള മാന്ത്രികൻ വേണം. അപ്പോൾ ഈ നമ്പിയെ തളയ്ക്കാൻ വന്ന നമ്പിയെ നീലി കൊന്നു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഈ പൂജാരി നമ്പി ഉണ്ടല്ലോ, ആദ്യ ഘട്ടത്തിലൊരു പൂജാരി ഉണ്ടായിരുന്നില്ലേ, ഈ അല്ലിയെ കൊന്നത്. ആ പൂജാരി നമ്പിക്കും പുനർജന്മം ഉണ്ടല്ലോ. അയാള് കാവേരി പൂമ്പട്ടണത്തില് ആനന്ദൻ എന്നുള്ള പേരിൽ പുനർജനിച്ചു. അത് കഴിഞ്ഞ് പഞ്ചവങ്കാടിലാണല്ലോ ഈ നീലിയൊക്കെ ഉള്ളത്. നീലൻ മരിച്ചുപോയി, നീലിയുണ്ട്. പഞ്ചവങ്കാട് വഴി അയാൾ മുസിരിസിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അങ്ങനെ കച്ചവടത്തിന് പോകുമ്പോൾ അയാളുടെ കയ്യിലൊരു മാന്ത്രിക ദണ്ഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ നീലിക്ക് ഈ വശീകരിച്ച് കൊല്ലണമല്ലോ, അത് നീലിക്ക് കഴിഞ്ഞില്ല. കാരണം കയ്യിൽ മാന്ത്രിക ദണ്ഡ് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കത്തനാരുടെ കയ്യിൽ കുരിശല്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ മാന്ത്രിക ദണ്ഡുണ്ടല്ലോ, പറ്റില്ല. അപ്പം നീലി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കുഞ്ഞ് അരയിലുള്ള ഒരു സ്ത്രീയായിട്ട് കുഞ്ഞും അമ്മയും എന്നുള്ള വേഷം മാറി. അങ്ങനെ വേഷം മാറിയിട്ടൊരു മായാരൂപം കൈക്കൊണ്ടു. അപ്പോൾ മായാരൂപത്തിൽ എന്നിട്ട് പുതുതായിട്ടൊരു അമ്മയും കുഞ്ഞിനെയും കാണുകയാണല്ലോ നാട്ടിൽ പഴകന്നൂരിൽ. അപ്പോൾ ആളുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവുമായിട്ട് ഞാൻ വഴക്കിട്ടിട്ട് ഇറങ്ങിപ്പോന്നതാണ് കുഞ്ഞുമായിട്ട് നെച്ചി നീലി പറഞ്ഞു, കള്ളിയങ്കാട്ട് നീലി. അപ്പോൾ ആനന്ദന് കാര്യം മനസ്സിലായി. പുനർജന്മം ആണല്ലോ, പഴയ കഥ അറിയാമല്ലോ ആനന്ദന്. ആനന്ദൻ നാട്ടുകാരോട് പറഞ്ഞു ഇവള് കള്ളം പറയാണ്, ഇത് കള്ളിയങ്കാട്ട് നീലിയാണ്, യക്ഷിയാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ജനം വിശ്വസിച്ചില്ലത് ആനന്ദൻ പറഞ്ഞത്. കാരണം ഒരു അമ്മയും കുഞ്ഞും ഒരു ഇത് പറയുമ്പോൾ വേറൊരാൾ കള്ളം പറയുന്നു എന്നല്ലേ കരുതുള്ളൂ. അങ്ങനെ യക്ഷി അപ്പോൾ ഊരാൺമക്കാർ 70 പേരുണ്ടല്ലോ, അവരും ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെയാണ് നിന്നെ. എന്നിട്ട് ഊരാൺമക്കാർ ആനന്ദന് വാക്ക് കൊടുത്തു, തന്നെ ഇനി കള്ളിയങ്കാട്ട് നീലിന്ന് താൻ പറയുന്നുണ്ടല്ലോ, അത് സത്യമാണ്, തന്നെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാത്രി ആനന്ദനെ ഈ നീലി കൊന്നു. അന്ന് രാത്രി നീലിയാണെന്ന് ആനന്ദൻ പറഞ്ഞ ആനന്ദനെ അറിയാമല്ലോ, അതെ, കൊന്നു. അപ്പോൾ ഊരാൺമക്കാരുണ്ടല്ലോ 70 പേര്, ഞങ്ങളും മരിക്കുന്നു പറഞ്ഞില്ലേ, അവര് അഗ്നിപ്രവേശം നടത്തി ഇത് വാക്ക് പാലിക്കാൻ. അങ്ങനെ 71 അല്ലേ മറ്റേ നമ്പി എല്ലാം കൂടി ശരിപ്പെടുത്തി. അങ്ങനെ നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടില് അങ്ങനെ കുടിയൊക്കെ ഇരുന്നു. പക്ഷെ യക്ഷി അടങ്ങിയില്ല. അങ്ങനെ അടങ്ങാതിരുന്ന യക്ഷിയാണ് സൂര്യകാലടി മനയിൽ നിന്നും ഭട്ടതിരിപ്പാടിനെ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെല്ലാം കൂടി ആവാഹിക്കാനും ഒക്കെ പറയുന്നത്. അങ്ങനെ ആവാഹിച്ച് കൊണ്ടുപോയിട്ട് മണർകാട് കുടിയിരുത്തി എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ ഈ കള്ളിയങ്കാട് തന്നെ, ആ മാതൃഭാവത്തിൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തില് ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ കുടിയിരുത്തി എന്നൊരു പാഠഭേദവും അതിനുണ്ട്. അപ്പോൾ ആ നീലിയെ, ഈ നീലിയാണ് ഈ പരുമലയിലെ വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കത്തനാര് കുടിയിരുത്തി എന്ന് പറഞ്ഞൊരു കള്ളക്കഥ വരുന്നത്. ആ കള്ളക്കഥയുടെ ഭാഗമാണ് ലോക എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിരിക്കുന്നത്. ആണ് കത്തനാര് കുടിയിരുത്തി. അത് വേറെ യക്ഷിയ. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ഒരു സാധനത്തെ കൊണ്ട് കഥയിൽ ഇങ്ങനെയാണെന്ന് ചിത്രീകരിക്കും. അപ്പോൾ പുതിയ തലമുറ കാണുന്നവർ ഇത് തന്നെയാണെന്ന് ചിന്തിക്കുകയും വിചാരിക്കുകയൊക്കെ കരുതും. അത് ചെയ്യും. കാരണം സിനിമ കൂടുതൽ പേര് കാണുകയും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതെ അതെ. അപ്പോൾ ഒരു ഹിന്ദു യക്ഷിക്കഥയുടെ അകത്തേക്ക് ഇതിൻ്റെ അകത്ത് പ്രസിദ്ധമായ ഒരു യക്ഷിയുടെ കഥയിലേക്ക് ഒരു കത്തനാരെ കയറ്റിയിരിക്കുന്ന ഒരു അജണ്ട ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വമാകാം, അല്ലാതെ മണ്ടത്തരവും ആകാം, വിക്കിപീഡിയ വായിച്ചിട്ടുള്ളതും ആകാം. അപ്പോൾ ഇപ്പോൾ കള്ളിയങ്കാടിന് നടുവിൽ കൂടിയാണ് നാഷണൽ ഹൈവേ പോകുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നത്. അപ്പം നീലിക്ക് ഇറങ്ങാൻ പ്രയാസമുണ്ട്. എപ്പോഴും വെളിച്ചമൊക്കെ വരുമല്ലോ. പാണ്ടി ലോറിയൊക്കെ കയറി യക്ഷി ചത്തുപോകാൻ സാധ്യതയുണ്ട്. നാഗർകോവിലിൽ നിന്ന് 5 കിലോമീറ്ററാണ് ഈ പഴകന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. പാർവതിപുരം 5 കിലോമീറ്റർ. അവിടെ നീലിയെ കുടിയിരുത്തിയ സ്ഥലത്താണ് ക്ഷേത്രം ഇപ്പോൾ ഉള്ളത്. ക്ഷേത്രം ആഴ്ചയിൽ ഒരിക്കൽ അവിടെ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആളുകൾ നീലി ഇറങ്ങും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അവിടെ തമിഴന്മാരാണല്ലോ കൂടുതലുള്ള. ഇന്ത നേരത്തിലെ അങ്ക പോയി കൂടാതെ പോകക്കൂടാതെ എന്നൊക്കെ പറഞ്ഞ് സിനിജയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പേടിപ്പിക്കും. അപ്പോൾ പഞ്ചവൻകാട് എന്ന് പറഞ്ഞ സിനിമ 1971 വന്നത്. അതിലാണ് ഗംഭീരമായ പാട്ടില്ലേ, വയലാറിനെ പോലെ ഇതൊക്കെ എഴുതാൻ ആരുണ്ട്? കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂക്കുട തീർത്തു. അത് ആ സിനിമയിലാണ് അല്ലേ? കള്ളിപ്പാലകൾ പൂത്തു. കള്ളിപ്പാല പഞ്ചവങ്കാട് നീലിയുടെ കഥ പറയുമ്പോൾ കള്ളിപ്പാല എന്ന് പറഞ്ഞൊരു പാട്ട് കൃത്യമായിട്ട് തുടങ്ങുന്നു. പാല പൂക്കുന്ന സമയത്ത് യക്ഷി വരുന്നു എന്നൊക്കെ ഉള്ളൊരു. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു വശീകരിക്കുന്ന ഭാഗമല്ലേ പാട്ടില്ല, ആരിലും ആരിലും. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയാണ്. അതിലേക്ക് കൃത്യമായിട്ട് ഇത് തള്ളി കയറ്റുമ്പോൾ ഇത് അറിയാതെയാണെന്ന് പറയാൻ പറ്റില്ല. കുറെ പേരുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സിനിമ പോലെ നമ്മൾ ഹോളിവുഡൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പല കഥകളും ഒക്കെ വായിച്ചിട്ടുണ്ട്. അവിടുത്തെ തിരക്കഥാകൃത്തുക്കളുടെയൊക്കെ തിരക്കഥ ഒരു കൂട്ടായ ശ്രമമാണ്. അതെ. പല ആളുകളെ കൊണ്ടും തോക്കും. ചില ആളുകൾ എഴുതിയിട്ട് ശരിയായില്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് വിടുകയും ചെയ്യും. പിന്നെ വേറെ ടീമിനെ കൊണ്ടുവരും. ഇടയ്ക്ക് വെച്ചിട്ട് ഈ കഥയും ശരിയാവുന്നില്ല,
തിരക്കഥയും ശരിയാവില്ല എന്ന് തോന്നിയ സിനിമ പ്രോജക്റ്റ് തന്നെ വേണ്ടെന്ന് വെക്കും. 20th സെഞ്ചുറി ഫോക്സിന്റെ ഒക്കെ പഴയ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഹാരോൾഡ് റോബിൻസ് ഒക്കെ തിരക്കഥ എഴുതുന്ന ആളാണ്. വലിയ നോവലുകളൊക്കെ എഴുതിയിട്ടില്ലേ, നമ്മളിത് വായിക്കുമ്പോൾ അറിയാം. ജെഫ്രി ആർച്ചർ, ഇതുപോലെ ആളുകളൊക്കെ അവർ വിളിച്ചൊക്കെ നോക്കും. എന്ന് പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ ശ്രമമാണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും കഥ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഐതിഹ്യമാല കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ പോരെ. ഇതിൽ തന്നെ ഈ യക്ഷി സ്വീഡനിൽ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യക്ഷിയാണ്. പിന്നെ ബാംഗ്ലൂരിലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം കന്നഡയൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ യക്ഷിയെ വേറെ ആളുകൾ യക്ഷിക്ക് ബാംഗ്ലൂരിൽ കൊട്ടേഷൻ കൊടുക്കുക എന്ന് തോന്നുന്നു. യക്ഷിയെ നിയന്ത്രിക്കുന്ന യക്ഷിയേക്കാൾ വലിയ ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇവരാരാന്നൊന്നും നമുക്ക് വലിയ പിടിയില്ല. പക്ഷെ യക്ഷിയോട് പറയുന്നുണ്ട് ഒരു അച്ചായൻ ഡേവിഡ് എന്നോ മറ്റേ പറഞ്ഞ് എന്തോ ഒരു പുസ്തകം കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു പുസ്തകം ഇല്ല, ഒരു ഭാവനാ പുസ്തകം, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബുക്ക് ഇംഗ്ലീഷിൽ. ഐതിഹ്യമാലയേക്കാൾ കൂടുതൽ വിശ്വാസ്യതയുള്ള പുസ്തകമാണിത്, ഇത് വായിക്കട്ടോ എന്ന് രഘുനാഥ് പലേരി ചെയ്യുന്നൊരു വൃദ്ധവേഷമുണ്ട് ഈ യക്ഷിയെ നിയന്ത്രിക്കുന്ന. അയാൾ ഈ യക്ഷിയോട് പറയുന്നുണ്ട് ബാംഗ്ലൂർക്ക് വിടുന്നതിന് മുമ്പേ ഈ പുസ്തകം വായിക്കട്ടോ എന്ന് പറഞ്ഞാൽ. ഒരു അച്ചായൻ എന്ന് പറഞ്ഞാൽ ഒരു സായിപ്പ് എഴുതിയ ഒരു പുസ്തകം, ഐതിഹ്യമാലയേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗവും ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ പിന്നെ കത്തനാർ എന്ന് പറയുമ്പോൾ അജണ്ടയാകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.